മിനിഞ്ഞാന്ന് ബുധനാഴ്ച പാർലമെന്റിൽ നടന്ന കാര്യങ്ങൾ രാജ്യത്തെ മൊത്തം നാണം കെടുത്തുന്നതാണ്. നരേന്ദ്രമോദി പാർലമെന്റിൽ നിന്ന് ജീവനും കൊണ്ട് ഓടിപ്പോയി. പാർലമെന്റിൽ വന്നാൽ മോദിയെ ആക്രമിക്കുമെന്ന് ഇന്റലിജൻസ് വിവരം കിട്ടിയെന്ന്. മോദിയോട് പാർലമെന്റിൽ വരേണ്ട എന്ന് പറഞ്ഞത് ആരാണ് എന്നറിയാമോ? മറ്റാരുമല്ല, സ്പീക്കർ ഓം ബിർള. സംഖ്യകൾക്ക് ഇനിയും നാണം വന്നില്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും അവർ നന്നാവുകയില്ല എന്ന് ഈ സംഭവത്തിന് ശേഷം നിസ്സംശയം പറയാം. രാജ്യത്തെ മൊത്തം അപമാനപ്പെടുത്തിയ, കളങ്കപ്പെടുത്തിയ, സംഖ്യകളുടെ തനി നിറം തുറന്നു കാണിച്ച, മോദിയുടെ 56 ഇഞ്ചിന്റെ യാഥാർത്ഥ്യം തുറന്നു കാണിച്ച ഈ നാണംകെട്ട സംഭവങ്ങൾ വ്യക്തമായി അവലോകനം ചെയ്യാം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത, ചാനൽ ഇഷ്ടപ്പെടുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. മുൻപൊരിക്കൽ മോദി പാർലമെന്റിൽ ഇരുന്ന് ചങ്കത്തടിച്ച് ഞാൻ 56 ഇഞ്ച് നെഞ്ചളവുള്ള ആളാണ്, ആരുടെ മുന്നിലും ഭയപ്പെടുകയില്ല എന്ന് ആക്രോശിക്കുന്നത് ആദ്യം കാണാം. ഒറ്റ ഒരു മോദി എത്ര പേരെയാണ് ഭയപ്പെടുത്തുന്നത് എന്ന് കണ്ടോ? ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് ഇതുപോലെ പൊട്ടോക്കൻ കളിക്കുന്നത്. ഇങ്ങനെ നെഞ്ചത്തടിച്ച് മോദി ഞാൻ ആരുടെ മുന്നിലും ഭയപ്പെടുകയില്ല, എല്ലാവരും മോദിയെ ഭയപ്പെടുകയാണ്, എന്നോട് മുട്ടാൻ ആരാണോ ഉള്ളത് എന്ന് തെരുവ് ഗുണ്ടകളെ പോലെ പറഞ്ഞ മോദിയാണ് ജീവനും കൊണ്ട് ഓടിപ്പോയത്. അതും ആരുടെ മുൻപിലാണ് എന്നറിയാമോ? വനിതാ പ്രതിപക്ഷ അംഗങ്ങളുടെ മുന്നിൽ. സാധാരണ ജനങ്ങൾക്ക് ഇത് കാണുമ്പോൾ, ഇയാളുടെ ഈ വിഡ്ഢിത്തം കാണുമ്പോൾ അറപ്പും വെറുപ്പും തോന്നണം. എന്നാൽ മന്ദഭക്തർക്ക് ഇത് മാസ്റ്റർ സ്ട്രോക്ക് ആയിട്ടാണ് അന്നും ഇന്നും തോന്നുക. രാഹുൽ ഗാന്ധി ഇത് മുൻകൂട്ടി പ്രവചിച്ചിരുന്നു. അദ്ദേഹം ഇവിടെ പറയുന്നത് കേട്ടോ. I don't think PM will have the guts to come to the Lok Sabha today, because if he comes, I'm going to give him this book. So if PM comes, I will go physically and hand him this book, so he can read it, and उनको पता लग जाए कि उनकी सच्चाई क्या है, देश को पता लग जाए. Thank you. മോദി തന്നെ പേടിച്ച് സഭയിൽ വരികയില്ല എന്ന് എനിക്ക് ഉറപ്പാണ് എന്ന്. ഇവിടെ സ്പീക്കർ സഭയിൽ വന്ന് പറയുന്ന കാര്യം കേട്ടാൽ ചിന്തിക്കാൻ കൂടിയാവില്ല രാജ്യം ഏത് അവസ്ഥയിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത് എന്ന്. അയാൾ സ്വയം പറയുകയല്ല, എഴുതി കൊടുത്തത് വായിക്കുകയാണ്. നിങ്ങൾക്ക് അത് വ്യക്തമായി കാണാം പേപ്പറിൽ നോക്കി വായിക്കുന്നത്. मुझे बड़े दुख के साथ सभा को सूचित करना है कि कल इस सम्माननीय सदन के कुछ सदस्यों ने लोकसभा चैम्बर में जिस प्रकार का व्यवहार किया, ऐसे दृश्यों का सृजन किया, वो लोकसभा की शुरुआत से लेकर आज तक कभी नहीं हुई. വളരെ ദുഃഖത്തോടെ എനിക്ക് സഭയെ അറിയിക്കേണ്ടി വന്നിരിക്കുകയാണ്. ഇന്നലെ ഈ ബഹുമാനപ്പെട്ട സഭയിലെ കുറച്ച് അംഗങ്ങൾ സഭയുടെ നടുത്തളത്തിൽ വന്ന് എത്തരത്തിലുള്ള കാര്യങ്ങളാണ് ചെയ്തത്, അത് ലോക്സഭയുടെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇത് ഭൂലോക നുണയാണ്. വിവരം കെട്ട സംഘിക്കൂട്ടം ഡോക്ടർ മൻമോഹൻ സിംഗ് ഭരിച്ചപ്പോൾ സഭയിൽ കിടന്ന് കാണിച്ച കോപ്രായങ്ങൾക്ക് പരിധിയില്ല എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. हमारे संसदीय प्रणाली में सदन के सभापति का गरिमामय स्थान हमारे संविधान में ही सर्जित किया है. आज तक इतिहास रहा है कि राजनीतिक मतभेदों को कभी भी सदन के कार्यालय तक नहीं लाया गया. प्रतिपक्ष के सदस्यों ने जो व्यवहार अध्यक्ष के कार्यालय में किया, वो हमारी संसदीय परंपराओं के लिए न उचित था, और तो मैं कहूँगा कि वो एक ब्लैक स्पॉट की तरह था. हम सबको सदन सुचारू रूप से चलाने में सहयोग करना चाहिए. നമ്മുടെ സഭയുടെ പാരമ്പര്യം അനുസരിച്ച് സഭാ ചെയർമാനെ ബഹുമാനിക്കേണ്ടത് വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ്. സഭയുടെ ചരിത്രത്തിൽ ഒരിക്കലും രാഷ്ട്രീയ ഭേദങ്ങൾ സഭയുടെ കാര്യാലയത്തിലേക്ക് വന്നിട്ടില്ല. അധ്യക്ഷന്റെ കാര്യാലയത്തിൽ പ്രതിപക്ഷ അംഗങ്ങൾ നടത്തിയ വ്യവഹാരങ്ങൾ നമ്മുടെ സഭയുടെ പാരമ്പര്യത്തിന് ഉചിതമല്ല. അത് ഒരു കറുത്ത പൊട്ടാണ്. സഭ ശരിയായ രീതിയിൽ നടന്നു പോകുന്നതിന് നമ്മൾ എല്ലാവരും സഹകരിക്കേണ്ടതാണ്. അങ്ങനെ സംഘികൾ സഭ ശരിയായ രീതിയിൽ നടന്നു പോകുന്നതിന് സഹകരിച്ചതാണ് തലേദിവസം രാഹുൽ ഗാന്ധിയെ പ്രസംഗിക്കാൻ അനുവദിക്കാതെ അവിടെ കിടന്ന് അലറി വിളിച്ചത്. इसके बाद जब सदन के नेता को सम्माननीय महामहिम राष्ट्रपति के अभिभाषण पर जवाब देना था, तो मेरे पास पुख्ता ऐसी जानकारी आई कि कांग्रेस पार्टी के कई सदस्य माननीय प्रधानमंत्री जी के आसन पर पहुंचकर कोई भी अप्रत्याशित घटना कर सकते थे. ये दृश्य मैंने सदन में देखा भी सही.
अगर ये घटना हो जाती तो ये अत्यंत अप्रिय देश के लोकतांत्रिक परंपराओं को तार तार कर देता। इसको टालने के लिए मैंने माननीय प्रधानमंत्री से आग्रह किया कि उन्हें सदन में नहीं आना चाहिए। അതിനുശേഷം രാഷ്ട്രപതിയുടെ നന്ദിപ്രമേയത്തിന്മേൽ സഭയുടെ നേതാവിന് മറുപടി നൽകേണ്ടതായിരുന്നു. അതായത് മോദിക്ക് രാഷ്ട്രപതിയുടെ നന്ദിപ്രമേയത്തിന്മേൽ സംസാരിക്കേണ്ടതായിരുന്നു. എന്നാൽ എനിക്ക് സീക്രട്ടായ രഹസ്യമായ വിവരം ലഭിച്ചു. കോൺഗ്രസ് പാർട്ടിയുടെ കുറെ എംപിമാർ പ്രധാനമന്ത്രിയുടെ കസേരയുടെ അടുത്തെത്തി അപ്രതീക്ഷിതമായി പ്രധാനമന്ത്രിക്കുമേൽ ആക്രമണം നടത്തുമെന്ന്. ഈ ദൃശ്യങ്ങൾ ഞാൻ സഭയിൽ നേരിട്ട് കണ്ടതാണ്. അത്തരത്തിലുള്ള ആക്രമണം നടന്നു കഴിഞ്ഞാൽ വലിയ ആപത്താണ്. അത് രാജ്യത്തിന്റെ ജനാധിപത്യ മൂല്യങ്ങൾക്ക് മേൽ കരിനിഴൽ വീഴ്ത്തുന്നതാണ്. അതിനാൽ ഞാൻ മാന്യനായ പ്രധാനമന്ത്രിയോട് പറഞ്ഞു സഭയിൽ വരേണ്ട എന്ന്. എങ്ങനെയുണ്ട് സുഹൃത്തുക്കളെ? പ്രധാനമന്ത്രിയെ ആക്രമിക്കുമെന്ന് രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സഭയിൽ വരേണ്ട എന്ന് പ്രധാനമന്ത്രിയോട് താൻ തന്നെ ഉപദേശം നൽകിയെന്ന് സ്പീക്കർ പറയുന്നു. സത്യത്തിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധി പുസ്തകവുമായി വരും, അത് മോദിക്ക് കൈമാറും. അങ്ങനെ സംഘികളുടെ തനിനിറം മൊത്തം പുറത്തു വരും. അതിനാൽ മോദി സഭയിൽ നിന്ന് ഒളിച്ചോടി. എന്നിട്ട് കയ്യിൽ ഒരു സ്ക്രിപ്റ്റ് കൊടുത്തു. അത് അതേപടി നോക്കി നാണംകെട്ട സ്പീക്കർ വായിച്ചു. എത്ര നാണംകെട്ട മാനംകെട്ട സംസ്കാരമില്ലാത്ത വർഗമാണ് ഇത് എന്ന് ഓർക്കണം. സഭയിൽ അയാൾ നേരിട്ട് കണ്ട സംഭവം എന്താണെന്ന് കണ്ടുകൊള്ളൂ. ഇവിടെ സഭ നിയന്ത്രിക്കുന്നതിന് വേണ്ടി സന്ധ്യാറായി എത്തുന്നു. കോൺഗ്രസിന്റെ ഏതാനും വനിതാ അംഗങ്ങൾ അവിടെ ഇടതുവശത്ത് പ്ലാക്കാർഡുകൾ പിടിച്ച് നിൽപ്പുണ്ട്. അതാണ് പ്രധാനമന്ത്രി കടന്നു വരുന്ന വഴി. അവിടെ പ്രതിപക്ഷ നേതാവിനെ സംസാരിക്കാൻ അനുവദിക്കാത്തതിൽ പ്രതിഷേധവുമായി 3 വനിതാ അംഗങ്ങൾ നിൽക്കുന്നു. അതറിഞ്ഞതോടെ മോദി ബിർളയ്ക്ക് കുറിപ്പ് കൊടുത്തു. ഞാൻ സഭയിൽ വരുന്നില്ല, വായിക്കേണ്ടത് എന്താണെന്ന് എഴുതിത്തരാം. എന്നെ ശാരീരികമായി ആക്രമിക്കാൻ വേണ്ടി കോൺഗ്രസുകാർ തയ്യാറായി നിൽക്കുകയാണ് എന്ന് ഇന്റലിജൻസ് വിവരം കിട്ടി എന്ന് പറഞ്ഞ് ഒരു വിഡ്ഢിനാടകം അങ്ങ് കളിക്കുക. രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് സഭയിൽ വരാനുള്ള ധൈര്യമില്ലെങ്കിൽ താൻ ഒറ്റയ്ക്ക് എല്ലാവരെയും നേരിടും, 56 ഇഞ്ച് നെഞ്ചളവാണ് എന്ന് ഇങ്ങനെ പറഞ്ഞ പ്രധാനമന്ത്രി രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന് പോലും മറുപടി പറയാതെ ഒളിച്ചോടിയെങ്കിൽ രാജ്യത്തിന്റെ അവസ്ഥ എന്താണ്? വെറും ഭീരുക്കളാണ് സംഘികൾ. അതിൽ ആസ്ഥാന ഭീരുവാണ് പ്രധാനമന്ത്രി കസേരയിൽ ഇരിക്കുന്നയാൾ. രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് സഭയിൽ വരാൻ സുരക്ഷാ ഭീഷണി ഉണ്ടെങ്കിൽ രാജ്യം എവിടെയാണ് ഇയാളുടെ കീഴിൽ എത്തി നിൽക്കുന്നത് എന്ന് ഓർക്കണം. ഇനി രാഷ്ട്രപതിയുടെ നന്ദിപ്രമേയത്തിന് ഡോക്ടർ മൻമോഹൻ സിംഗ് മറുപടി പറഞ്ഞപ്പോൾ സംഘികൾ കാട്ടിക്കൂട്ടിയ സംഭവങ്ങൾ കണ്ടുകൊള്ളൂ. ഇത് കണ്ട് ഡോക്ടർ മൻമോഹൻ സിംഗ് ഇറങ്ങി ഓടിയില്ല. സുഷമ സ്വരാജ് ഉൾപ്പെടെയുള്ളവരാണ് അവിടെ കിടന്ന് ഭ്രാന്ത് കാണിക്കുന്നത്. ഡോക്ടർ മൻമോഹൻ സിംഗ് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് വരെ പേപ്പർ വലിച്ചെറിയുന്നു. സഭയുടെ നടുത്തളത്തിൽ പേപ്പർ കീറിയെറിയുന്നു. അദ്ദേഹത്തെ ശാരീരികമായി ആക്രമിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ അദ്ദേഹത്തിന് 56 ഇഞ്ച് നെഞ്ചളവ് ഇല്ലാത്തതിനാൽ അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങി ഓടിയില്ല, സഭയിൽ വരാതിരുന്നില്ല. തന്നെ ആക്രമിക്കാൻ സംഘികൾ തീരുമാനിച്ചിരിക്കുകയാണ് എന്ന് ഇന്റലിജൻസിന്റെ വിവരം കിട്ടിയെന്ന് സ്പീക്കറെ കൊണ്ട് നാടകം കളിപ്പിച്ചില്ല. അദ്ദേഹം അവിടെ നിന്ന് ക്ഷമയോടെ പ്രസംഗിച്ചു. സഭയിൽ നിന്ന് പുറത്തിറങ്ങിയ പ്രിയങ്കാ ഗാന്ധിയോട് ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങൾ കൂടി കേട്ടുകൊണ്ട് അവസാനിപ്പിക്കാം. So the women MPs were standing in front of the Treasury bench. So what? And the Prime Minister, absolute lies. It is an absolute lie. There is no question of anybody raising any hands on the Prime Minister, trying to hurt him or any such thing. There is no question. So it is absolutely wrong of anybody to say that there was any such plan. There was no such plan. But if you're going to allow your members to stand and quote books and talk nonsense, then this side, the opposition benches are going to protest. ഏതാനും വനിതാ അംഗങ്ങൾ ട്രഷറി ബെഞ്ചിന് മുൻപിൽ നിന്നാൽ എന്താണ് പ്രശ്നം? അല്ലയോ സംഘികളെ, നിങ്ങളുടെ 56 ഇഞ്ച് മോദിയുടെ ഈ നാണംകെട്ട പ്രവർത്തികൾ കണ്ടെങ്കിലും നിങ്ങൾക്ക് അല്പമെങ്കിലും ഒരു 0.5% നാണം തോന്നുമോ? അതെയോ ഇനിയും വാട്സാപ്പ് കണ്ട് സ്വയം നിർവൃതി അടഞ്ഞ് മാസ്റ്റർ സ്ട്രോക്ക് ആണ്, വിശ്വഗുരുവാണ്, 56 ഇഞ്ച് നെഞ്ചളവാണ് എന്ന് വീണ്ടും വീണ്ടും എഴുതാനുള്ള ത്വരയാണോ ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും നിങ്ങൾക്ക് വീണ്ടും വരുന്നത്? ആണ് എന്ന് എനിക്കറിയാം. നിങ്ങളുടെ കാര്യം കഷ്ടം, രാജ്യത്തിന്റെ കാര്യം അതിലും കഷ്ടം. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്?